ഹലോ, ഇന്ന് നമ്മളൊരു അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കുക. ആ പാന് ചൂടായതിന് ശേഷം അതിലേക്ക് കറുകപ്പട്ട, ഏലക്ക, കുരുമുളക്, പട്ടയുടെ ഇല, പച്ചമല്ലി ഇതൊക്കെ നല്ലോണം വറുത്തെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. നല്ലോണം പൊടി തരി ഉണ്ടാവും, പൊടി ആയിട്ടും ഉണ്ടാവും. ആ ഒരു രൂപത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഈ കാശ്മീരി മുളക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, വല്യുള്ളി, തക്കാളി, ഇഞ്ചി, ചപ്പ് പുതിന ജ്യൂസാക്കി എടുക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. ആ തൈരിലേക്ക് ഒരു ചെറുനാരങ്ങയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ജ്യൂസ് നല്ലോണം പിഴിഞ്ഞ് ചേർക്കണം. എന്നിട്ട് ആ തൈരിൻ്റെ മിക്സിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ജ്യൂസ് അത് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും പാകത്തിന് ചേർത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെരി അൽഫാമിനുള്ള മിക്സാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മസാലകളൊക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രൂപത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ റെഡിയാക്കണം. ചിക്കൻ ഞങ്ങളുടെ വീട്ടിലുള്ള വളർത്തുന്ന 3 കോഴിക്കളെ നമ്മൾ അറുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കേകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓരോ പീസ് വെച്ചിട്ട് വേണം മസാല തേക്കാൻ. ഇതുപോലെ മസാല തേച്ച് വെക്കണം. എല്ലാ ചിക്കനിലും മസാല തേച്ച ശേഷം എല്ലാ ചിക്കനും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും മസാല നമുക്ക് നല്ല പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ മസാല പിടിക്കുമ്പോൾ നമ്മൾ അൽഫാമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമ്മളൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അതാണ് നമ്മൾ അൽഫാമിന് ടേസ്റ്റ് കൂടാൻ ഏറ്റവും ഉത്തമം. അതിൻ്റെ മുമ്പ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ എടുത്ത് വറ്റൽമുളക് വറുത്ത് പൊടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അതേ പാനിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് തക്കാളി സോസ് അഥവാ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് പൊടിച്ച് വെച്ച വറ്റൽമുളകും അതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നല്ലോണം മിക്സ് ചെയ്യണം ആ വറ്റൽമുളകിൻ്റെ പൊടികളൊക്കെ. ഇത് നമ്മളെ അൽഫാമിന് ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ തേച്ച് കൊടുക്കാനുള്ളൊരു സോസ് മാത്രമാണ്. ഇത് അൽഫാമിന് സ്പെഷ്യൽ ടേസ്റ്റ് തരും. ഇനി നമ്മൾ കനലിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഓരോ ഓവർനൈറ്റ് വെച്ച അൽഫാമിൻ്റെ പീസ് ഓരോന്ന് വെച്ചെടുക്കുക. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. നല്ല ചൂടാവുള്ളൂ, വേവുള്ളൂ. ലാസ്റ്റ് ആ സോസ് പുരട്ടി 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അടിപൊളി അൽഫാം നമുക്ക് കിട്ടും.